ഒരു 5 പെമ്പിള് കൂടെ നിൽക്കുമ്പോ എന്നോട് പറയാം അപ്പൊ വയറൊന്ന് മാറ്റി വെക്കൂ ചേട്ടാന്ന്. Hey guys, welcome back to We Talks. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് സ്മോൾ വിഷസ് മീഡിയം വിഷസ് ഗൈസ്. അപ്പോൾ ഇത് ഒരു പാർട്ട് 2-3 വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാം സ്മോൾ വിഷസ് മീഡിയം വിഷസ് ബിഗ് എന്താണെന്നുള്ളത്. കാരണം ചെറിയ ഫുഡ് ഐറ്റം, അതിന്റെ മീഡിയം ഐറ്റം, അതിന്റെ ഏറ്റവും വലിയ ഐറ്റം ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് പോകാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടോ? ഫുഡ് ഈറ്റിംഗ് ആണ്, ഞണ്ണലാണ്. ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വി ആർ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഫുഡ് ഐറ്റം വന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് തണ്ണിമത്തൻ ഗൈസ്. തണ്ണിമത്തൻ ഏതുകൊണ്ട് ബ്രോയ്ക്ക് തിന്നാനാ ഇവിടെ പിന്നെ എന്തിനായിരിക്കണേ? കുലിക്കണം, ഇടണം. ഒരു ചലഞ്ചിലും ഞാൻ കുറച്ച് വലിയ സാധനം തിന്നിട്ട് പ്ലീസ് എനിക്ക് നിങ്ങൾ സഹായിക്കൂ. അടുത്ത പാവയ്ക്ക് വരുന്നുണ്ട്, അതിനൊന്നും ഞാൻ ഇതാ പ്രശ്നം. എന്തൊരു മനസ്സാന്നോ. കുലിക്ക് ഇടാൻ പോട്ടാ. റെഡിയാണോ? ബ്രോ തുറന്നേ. അതവിടെ വെക്ക. നമ്മള് സമയം തരാണോ? ഇത് ഇയാളെന്തൊരു ആക്രാന്ത. ഞാൻ നോക്കട്ടെ, എന്റെ നോക്കട്ടെ. സ്മോൾ അതല്ല, അവിടെ കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേക സെൻസ് പിന്നെന്താ. ഫസ്റ്റ് റൗണ്ടിൽ ഒരു തടസ്സമാണല്ലോ കാണുന്നേ. തടസ്സം? എന്ത് തടസ്സം? വേറെ തടസ്സമില്ല. എനിക്ക് അത്രയൊക്കെ തിന്നുവാ? ഞാൻ തിന്നു. ഷെയറിംഗ് ഇല്ല ബ്രോ. നോ ഷെയറിംഗ്. സൂപ്പർ. ഇതെന്താടാ ഇത്? കൊള്ളാലേ? അതറിയാ ബാത്റൂമിൽ ഒന്ന് മുക്കിയായിരുന്നു. അവിടെ കടിക്കാനല്ലേ പറഞ്ഞേ? അവനെ അവിടെ തന്നെ കറക്റ്റ് ആ ഭാഗത്ത് മേടിച്ചു. ടേസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക് എത്ര മതി? കാരണം എന്നറിയോ, നല്ല നല്ല ഫുഡ് ഐറ്റംസ് വരുമ്പോൾ കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം കഴിച്ചിട്ട് വയറിറങ്ങാം. നമ്മുടെ ചാനലിൽ വാട്ടർമെലൺ ഈറ്റിംഗ് കണ്ടു തരാം. നൈസ് അറിയാം. എന്താ എന്താന്ന് ഇപ്പൊ ബാക്കി പറ്റാത്ത പണിക്ക് നിക്കല്ലേ ബ്രോയ്ക്ക് ആരോഗ്യമില്ല. എന്തൊരു ബോട്ടോ ഇത്ര ഈ ഒരു കഷ്ടത്തിനാണോ നമ്മൾ ഇത്ര എക്സ്പ്രഷൻ ഇട്ടേ? വെള്ളം ഇറക്കല്ലോ ബ്രോ. ബ്രോ എനിക്ക് വെള്ളം ഇറക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ. പോയി തണ്ണിമത്തം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ഇതാണ് ഇത്രയും പോണത് ബ്രോ. അതെന്നാ നമ്മളിത് അയച്ചിട്ടിരിക്കാം. ഞാൻ അയച്ചിട്ടിരിക്കല്ല, എനിക്ക് നല്ലതാണുണ്ട്. ഇത് കേട്ടോ ബ്രോ. ഫിൽറ്ററൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഏത് ഫിൽറ്റർ? കൂലൊക്കെ താടിഞ്ഞിരിക്കും, വെള്ളം മാത്രമേ. ബ്രോ താഴെ കിട്ടാ തുറയ്ക്കുന്നു. ഫിൽറ്ററാണ് ബ്രോ. താഴെ ഇട്ട് അതിനകത്ത് ഉറച്ചിട്ടാ കുരുവല്ല അതിനകത്ത് കയറിയിരിക്കുന്നത്. സത്യം പറയാലോ, ഒരു കുരു കാണാൻ പറ്റുന്നുണ്ടോ അതിനകത്തെ? അതിനകത്ത് അതിന് താടിയും അല്ല, അല്ലെ അതിന് വായു. ബ്രോ ഈ മൈക്കും തരാം, വലിയ മൈക്കും കേടാക്കും ഇയാള് വെള്ളം ഒഴിച്ച്. അതിന് വായ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ 2 സ്മൂച്ച് ചെയ്യാന്. ബ്രോ മതിയായില്ലേ? ഇനി വേണോ? ഇനി അതിനകത്ത് എന്താ ഉള്ളേ? മണ്ടാണ് ഇയാള്. നീ ചിരണ്ടി ഉണ്ടല്ലോ കുറയാത്ത. ഓ ഗൈസ്, ഇവിടെ ഈ സൗണ്ട് അല്ലാതെ വേറെ ഒക്കെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ബാക്കിൽ നിന്ന് ഒരാൾ ഉറുന്തിട്ട് ഒരാൾ ബാക്കിൽ ഇരുന്ന് വീഡിയോയുടെ ബാക്കിൽ നിന്ന് മാത്രം ഉറുന്തിന്നു. ഒന്ന് മതിയാ ഉറിഞ്ച് പെട്ടെന്ന് ഉറിഞ്ചത്. അടുത്ത റൗണ്ടിലേക്ക് വേണം നമുക്ക്. കുറെ നേരമായിരുന്നു. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള
വന്നിട്ടുണ്ട്. എന്താണ് എന്റെ എന്തിനാ എപ്പോഴും ക്രൂ കൊണ്ടുവന്ന് എന്റെ ഇതിനകത്ത് മാത്രം ബിഗ് സാധനം വെക്കുന്നേ? എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്? എനിക്ക് അറിയത്തില്ല, ഞാൻ തൊടത്തില്ല ഇതിനകത്തൊന്നും. എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞല്ലേ. ഇത് 75 റുപ്പീസിന്റെ ആണ്. ഇത് 35, 10 റുപ്പീസ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ എടുക്കണില്ല, വയറ് നടന്നു. തേങ്ങ സ്മോളാ മീഡിയം ഭാഗ്യം മീഡിയം പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ മീഡിയം കഴിക്കുന്ന വൈബ്. അതിനെന്തറിയോ, അത് ആ ഒരു വെറുപ്പീരില്ല, ആ ഒരു മട്ടിക്കപ്പില്ല. അതിനെ പോലെ അണ്ടർ വെയിറ്റ് ഉള്ളവർക്ക് അത് കഴിച്ചാൽ മതി. ഞാൻ കാര്യമല്ല നിന്നെ പോലെ അണ്ടർ വെയിറ്റ് ബോഡി ചേഞ്ച് കളിയാക്കാത്ത പുണ്യാളം പോയിപ്പോ ഒരു 5 പെമ്പിട് കൂടെ നിൽക്കുമ്പോ എന്നോട് പറയാം അപ്പൊ വയറൊന്ന് മാറ്റി വെക്കൂ ചേട്ടാന്ന്. ഞാനങ്ങ് ഉരിഞ്ഞു പോയി. കളിയാക്കാത്ത ആള് ഞാൻ ആൾക്കാരല്ലേ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, അവർക്ക് പോകണ്ടേ? ഞാൻ ബ്രോ വയറൊന്ന് മാറ്റി വെക്കണേ, അവർക്ക് അങ്ങ് പോകാൻ. ഞാൻ എൻ്റെ ഒരു ഇത് മാറ്റി വെച്ചോ. സാറില്ല പോട്ടെ കഴിച്ചേ. സ്നിക്കേഴ്സായ കാരണമുണ്ടോ? എന്താ വിഷണ അങ്ങനെ എടുക്കുന്ന സ്നിക്കേഴ്സല്ലേ ഉദ്ദേശിച്ചേ? ടാഗ് ലൈൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ സ്നിക്കേഴ്സിന് മാത്രം ഇങ്ങനത്തെ സ്നിക്കേഴ്സിന്റെ ടേസ്റ്റ് ഉള്ളല്ലേ? പൊട്ടൻ. പിന്നെ സ്നിക്കേഴ്സിന് മിസ് ടേസ്റ്റ് അല്ലാണ്ട് പിന്നെ അത് എനിക്ക് അറിയാൻ വേണേ, പിന്നെ അങ്ങനെ കഴിയുമ്പോ അങ്ങനെ പറയണം. അത് ഞാൻ സപ്പോർട്ട് ചെയ്താണെന്നാ പറഞ്ഞത്. ആന്ന് പറഞ്ഞാലും അല്ലാന്ന് പറഞ്ഞാലും ബ്രോ പറഞ്ഞാൽ തെറ്റാ. അത് പറഞ്ഞ അതും വിശ്വസിച്ച് ചേരുന്നല്ലോ. അതോ കഴിച്ചില്ല കഴിക്കാൻ പറ്റില്ല. കഴിഞ്ഞാ കഴിഞ്ഞ്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. സ്ഥലം പോരട്ടെ. സോ ഗൈസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ വന്നേക്കുന്നത് നമ്മുടെ ചക്ക വറുത്തത്. നിങ്ങളവിടെ എന്താ പറയണേ? ചക്ക വറുത്തത്. അവിടെ എന്താ പറയുന്നേ? പേരക്ക വറുത്തതാ? പറയില്ലേ? അത് കൊള്ളി കൊള്ളി കപ്പുറത്ത് എങ്ങനെ വന്നേ? കപ്പുറത്ത് അവന്റെ കപ്പ ഇത് ഞങ്ങളവിടെ കൊള്ളി വറുത്തെന്ന് പറയാം. അന്നിരിക്കുമോ എന്താ ചുരുട്ടല്ലേ എന്തിനാ ചുരുട്ടണ ഇങ്ങനെ? ഞാൻ ഇങ്ങനെ വെച്ചോളൂ. ഞാൻ കണ്ടായിരുന്നട്ടാ ബിഗ്. അല്ല ഇയാൾ എന്താ ഉദ്ദേശം? എന്താ ഞാൻ എന്ത് ചെയ്യാനാ? ബിഗ് എനിക്കറിയില്ല. ഞാൻ കളിക്കില്ലെങ്കിലാ എനിക്ക് മീഡിയം കയ്യിലേക്ക് വെച്ചെന്നാ ബിഗ് എനിക്ക് അറിയാൻ ഇങ്ങനെ എനിക്കറിയാം. ഇയാള് ചീർത്ത് ചത്തുപോകും. എന്താ കഴിക്കേണ്ട പ്രായമല്ല ബ്രോ. ബ്രോ ഇത് കഴിക്കേണ്ട പ്രായമല്ല ബ്രോ, കൊറേ ഇറക്കി വെക്കാനുള്ള പ്രായമാ. ഞാനാ കഴിക്കേണ്ട പ്രായം. ISR എന്നൊരു ഇതുണ്ടായിരുന്നു. 50 കിലോ താഴെയുള്ളവരൊക്കെ എവിടെയെങ്കിലും പിടിച്ചു എന്നുള്ള തെക്ക് ഒരു വലിയ കാറ്റ് വരുന്നുണ്ട്. മറ്റേതാണ് എന്താ ഷെയറിംഗ് ഈസ് നോട്ട് കെയറിംഗ്. അയാളുടെ കയറിക്കല അത് കയറിങ് അല്ലെന്ന്. ബ്രോഡ് പല്ലാണോ അത്? പല്ലൊക്കെ സൂക്ഷിക്കണ്ട പൊട്ടിപ്പോ. ഇന്നൊരു കഥ ഉണ്ടായിട്ടോ, ആരുടെ ഭാഗത്ത് തന്നെ ആയെന്ന് പറയണം. ഇന്ന് ഞങ്ങള് ചായ കടയിൽ പോയി. ഞാനൊരു പരിപ്പുവട കഴിച്ച് അതിലൊരു കല്ലുണ്ടായിരുന്നു. എന്റെ പല്ലിന്റെ ഒരു പീസ് പൊട്ടിപ്പോയി. പല്ലില്ല, ചപ്പ തിന്നുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആ പരിപ്പോടെ കാശ് കൊടുക്കലെന്ന് പറഞ്ഞിട്ടാ ഒരു കാശ് കൊടുക്കണ്ട. നമ്മൾ കുടിച്ച ലൈമിന്റെ കാശ് മാത്രം കൊടുത്താൽ മതി. കടികൾ ഞാൻ ഒരു 5-6 എടുത്തിട്ടുണ്ടായിരുന്നു, പഴംപൊരി അങ്ങനെ ഉണ്ട്, അത് എടുക്കണം പറയും. അത് കുഴപ്പമില്ല, ഒരു പല്ലിന്റെ പീസിലും എല്ലാം പാക്ക് ചെയ്ത്. അതിന്റെ പല്ലിനുള്ള വില ഇല്ല ഇപ്പൊ. പിന്നെ 300 രൂപ എടുത്താൽ 300 രൂപ തന്നെ പല്ലിന്റെ വിലയാണ്. ഞാനുണ്ട്, അത് പോയിട്ട് പ്രശ്നമൊന്നുമില്ല. ഒരു പുതിയ വെപ്പില്ലെന്ന് വെച്ചാൽ പോരെ. ഞാൻ അടുത്ത് പറഞ്ഞു ആ കൊടക്കലടാ എന്റെ കൂടെ നിൽക്കട്ടെ എന്തായാലും നമുക്ക് പറ്റിയത് പറ്റി, വേറെ ആൾക്ക് പറ്റാൻ പാടില്ല. ഞാൻ പറയട്ടെ, നമ്മള് കൊറേ നാളായിട്ട് അവിടെ പോകുന്ന ചാടിക്കാൻ, അതുകൊണ്ട് കൊറേ നാളായിട്ട് പോണതല്ലേ, അപ്പൊ ശ്രദ്ധിക്കണ്ട. അപ്പൊ ആ കടക്കാരനാണ് ചോദിച്ചില്ല എന്തെങ്കിലും പറ്റി. അവിടുത്തെ ബംഗാളികൾ വന്നിട്ട് ബായ് ലീവ് കറ് ബായ്. അപ്പൊ ബാക്കി അടുത്ത് നിന്നിട്ട് ബായ് ഒരു പല്ല് എക്സ്ചേഞ്ച് താങ്ങോട്ട് വന്നു. അവിടെ വേറെ മാസ് കാണിക്കുന്നത്. പക്ഷെ ഫണ്ട് കൊടുത്തത് മോശമായി. അത് പിന്നെ കഴിച്ച അതിന് ഫുഡ് പൈസ കൊടുക്കണ്ട, അതുകൊണ്ട് എന്റെ പല്ല് കളഞ്ഞ സാധനത്തിന് കൊടുത്തു, വെറുതെ കൊടുത്താ ടിപ്പായിട്ട് അവരെടുത്തത്. പല്ലിടിച്ച് കളഞ്ഞതിന് എക്സ്ട്രാ പൈസ. എന്റെ പല്ല് പോയതിന്റെ വിഷമല്ല, അവർക്ക് ഒരു കടിയുടെ കാശ് കുറയുമല്ലോ എന്നുള്ള വിഷമാണ് കൊമ്പാറ്റുന്നത്. ഞങ്ങളെ പല്ലിന് പകരം പല്ല്. അപ്പൊ ആ ബംഗാളിയുടെ പല്ലെടുത്ത് പൊട്ടിക്കാൻ തനിക്ക് പല്ലിന് പകരം പല്ല്. അതിപ്പോ നമ്മൾ ഏത് വല്ലാലും പ്രശ്നമില്ല. നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോ ആശ പതുക്കെ വലിഞ്ഞ് ബൈക്കിന്റെ പടിക്ക് മാസം ഇടേണ്ടി വന്നാലും. അതിന് മുന്നേ രണ്ടുപേരും ഞാൻ ചോദിച്ചു എന്തിനും ചോദിക്കണ്ട. അപ്പൊ ഞാൻ നോക്കാം ഒരാൾ ഇതിങ്ങനെ ക്രിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ ഇതിങ്ങനെ കുത്തിക്കൊണ്ട് 2 പ്രാവശ്യം ഞാൻ ചോദിച്ചു, മൈൻഡില്ല. അതുകൊണ്ട് ഞാൻ പോയി ബൈക്കിന്റെ ഒരാൾ ലാസ്റ്റ് വന്നിട്ട് ഇപ്പൊ എന്നിപ്പൊ ചെയ്യണ്ടേ. അപ്പൊ എന്റെ പല്ല് പോയി. അപ്പൊ ഞാൻ അയിന് ഞാൻ 2 പ്രാവശ്യം എങ്ങോട്ട് ചോദിച്ചു. അതിനകത്ത് ഇപ്പൊ സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട്. ശ്രദ്ധിക്കണം, ഈ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അറിഞ്ഞോണ്ടിട്ടല്ല, പക്ഷെ അറിയാതിട്ട് പോയി. അവരെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവരുടെ പുള്ളിയുടെ പല്ല് ഓർമ്മ തന്നെ ഇല്ല, അത് തെറ്റാ. അതെ, അത് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അത് സമ്മതിച്ചു, അവര് പറഞ്ഞല്ലോ വേണ്ട, വലിയ നീരൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളവിടെ ജോസ് കഴി കഴിച്ചാ. ഇപ്പൊ എങ്ങനെയുണ്ട് പല്ലിന്? ഇപ്പൊ നല്ല ഷാർപ്പാ, ഗ്രൈൻഡ് ചെയ്യണം നാളെ പോയി. അപ്പൊ നെക്സ്റ്റ് റൗണ്ടില് നമ്മുടെ ക്രൂ നമുക്കൊരു കിഡിലും പണി തന്നിട്ടുണ്ട്. ഒരു പഴുത്ത കാന്താരി മുളക് കുഞ്ഞത് സ്മോളിൽ ഉണ്ടാക്കണേ, ബിഗില് മീഡിയത്തിൽ ഉണ്ടാക്കുന്ന പച്ചമുളക്, ആൻഡ് ദ ലാസ്റ്റ് വൺ ബിഗ്ഗസ്റ്റ് വണ്ണിൽ വന്നേക്കുന്നത് ക്യാപ്സിക്കം. ബ്രോ റെഡിയാണോ കഴിക്കാൻ? എടുത്തോ. ചെറുത് മതി. ആണോ? പിന്നെ ഇത് ചെറുതെടുക്കല്ലേ, ഇത് വലുതെടുക്കണം ബ്രോ. ഇത്ര നേരം വലുതെടുത്തല്ലായിരുന്നോ? എന്തിനാ എപ്പോഴും ഞാൻ നോക്കണം? ഫസ്റ്റ് നീ നോക്ക്. ഓ മീഡിയം ബിഗ് അല്ല കുഴപ്പമില്ല, ഇത് ബ്രോ ചെറുതെടുത്തോ. സ്മോളാ. ഇതിനാണെങ്കിൽ ഇത് എരിവ് കുറവാ. ഇതല്ല, അതല്ല, ഞാൻ ഇവിടെ കഴിഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ വയ്ക്കാറാ, വേറൊന്നും വിചാരിക്കല്ലേ. കഴിഞ്ഞ ചക്കവർത്തന്റെ കുറഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട്, എരിവാണെങ്കിൽ വെക്കണ്ട. അതാട്ടാ അതിന്റെ മേലെ വെക്കുന്നത്. സീനാണല്ലോ. പിന്നെ കാന്താരിമുളകിന് പിന്നെ എന്താ സീനല്ലേ? കഴിച്ച ബ്രോ. ഓ, അവന് മണം ഇവിടെ അടിക്കുന്നുണ്ട് സത്യം പറഞ്ഞ. അത് അവിടെ നിന്ന് ഇവിടുന്ന ഞാൻ വിഴിഞ്ഞല്ലോ, നല്ല എരിവുണ്ട്. ഭാഗ്യണ്ടാ ചക്ക വറുത്ത് കുറച്ച് സൈഡിൽ വെച്ച്. നേരത്തെ ചക്ക വറുത്ത് കുറെ അറിയാണ്ട ചമ്മയില്ലേ, ഇതാ ഇതിന്റെ കുറച്ച് തന്നെ വയറൊക്കെ കൊട്ട. ഇല്ല, ഇതിന് വേറെ മുളകുണ്ടെങ്കിൽ വേറെ മുളക് എല്ലാം കൂടെ തിരിക്കും. നെക്സ്റ്റ് നിനക്ക് പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ പച്ചക്ക് കഴിച്ച് പരിചയം ഉണ്ടാവില്ലേ? ഇവർ സ്മോക്ക് ചെയ്തൊക്കെ കഴിക്കുക ഇടയ്ക്ക്. മറ്റേ വിറകുകളൊക്കെ കൂട്ടിയിട്ട് സ്മോക്ക് ചെയ്ത് കഴിക്കില്ലേ? ഒരു ഡബിൾ മീനിങ്ങിലാണ് താളം വിടുന്നത്. ഡബിൾ മീനിങ് എന്ത് ഡബിൾ മീനിങ്? നീ ഇടുക്കില്ല ചെയ്ത കാര്യങ്ങളെ ഞാൻ പറയാം. കൊട്ടിട്ട് അതിന്റെ അകത്തേക്ക് എന്താ വെച്ചാ കമ്പിയിൽ ഇതാക്കും, എന്നിട്ട് മറ്റേ തീട അവിടെ ഇങ്ങനെ ആക്കിയിട്ട് അത് കഴിക്കും. ഇച്ചുമ്പോ ബ്രോക്കിട്ട് കാന്താരി മുളക് കൊട്ടിട്ട് എവിടെ കേട്ടാലും നോക്കിയേ. ഇവിടെ
അതെന്തിട്ടാ ഞാൻ പറഞ്ഞില്ലേ ചക്ക വറുത്ത ഞാൻ കഴിച്ച് ചവച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഉദ്ദേശം എന്താ? കയ്യില് ചക്കവറുത്തന്നെ അല്ല അല്ല ആ മിളകിന്റെ ഉള്ളില് മറ്റേ ആ ചെറിയ ചെറിയ വട്ടത്തിലുള്ള സാധനല്ലേ അത് ഞാൻ ഇങ്ങനെ കൊടയണേല് അങ്ങോട്ട് ഞാൻ കളഞ്ഞു. നീ എടുക്കുന്നു അടുത്ത കാന്താരി എടുത്തിട്ട് റൗണ്ട് അകത്തുള്ള സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അപ്പൊ എന്തായാലും നമ്മുടെ എന്താ കടിച്ച് ഇവിടെ ഇതും കൂടി കടിച്ചു ഇതും കൂടി കടി. അതിന് വലിയ ഇതൊന്നും ഇല്ല. അത് വലിയ രസമില്ല. അതല്ലേ ഞാൻ കഴിച്ചാ. ഇനി ഇങ്ങനെ എടുക്കാത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിൽ വന്നിരിക്കുന്ന ഐറ്റം സ്ലൈസ് ആണ്. 10 രൂപയുടെ സ്ലൈസ്, എരിവിന് ശേഷം വെള്ളം, 20 രൂപയുടെ സ്ലൈസ്, 40 രൂപയുടെ സ്ലൈസ്. എന്തായാലും ഞാൻ വരണ്ടേ, അത് വേണമെങ്കിൽ കുടിച്ചു തുടങ്ങിയോ. എന്തിനാ ബിഗ് നിങ്ങൾക്കല്ലേ കിട്ടുള്ളൂ. ഇനി കിണിക്കാനുള്ള അത് നിങ്ങൾക്ക് പൊട്ട സാധനത്തിന് ബിഗ് നിങ്ങളെ കിട്ടത്തുള്ളൂ. എടുത്തോടാ തേങ്ങ. ഞാൻ എന്റെ നോക്കട്ടെ. നീ എന്തിനാ എന്റെ ഇതാണ് മേടിച്ചോണ്ട് പോയേ? ഇതാ പ്രശ്നം. മീഡിയത്തിന്ന് ഒരു മോചനം ഇല്ല എന്ന് മനസ്സിലായി. സോ ഗൈസ് അപ്പൊ എനിക്ക് ബിഗ് ആൻഡ് ഇവിടെ സ്മോൾ ആൻഡ് മീഡിയം. കുടിക്കാൻ കാണാൻ മാത്രം വേണ്ട. അതെ, അതിനുള്ള ആരോഗ്യം അങ്ങേർക്കുണ്ട് കേട്ടാ. അവിടെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഇപ്പൊ 10ൽ പഠിക്കുകയാണെങ്കിൽ ഒരു 6th 7th പിള്ളേരൊക്കെ എന്റെ അടുത്തേക്ക് വരും. ചേട്ടായി ചോറും പത്തും തുറന്നു ഞാൻ തുറന്നു കൊടുക്കാറില്ല. പിന്നെ അത് 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം തോറ്റിരുന്ന പിന്നെ ഇയാളൊക്കെ എടാ ഒതുക്ക എത്ര അപ്പൊ തന്നെ മനസ്സിലായില്ലേ 10ാം ക്ലാസ്സിൽ 50 പ്രാവശ്യം തോറ്റിരുന്നിട്ട് പിന്നെ പിള്ളേരെ ടീച്ചർമാരുടെ അടുത്ത് കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനെ തുറക്കാൻ പറഞ്ഞിട്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ. പറ്റണില്ല ടീച്ചർ ഇവിടെ കിടന്ന് പറ്റണില്ല പട്ടണിലിക്കോ പ്ലീസ് ഒന്ന് വാ. ചുമ്മാ അയ്യോ ഇതെന്തിനും മൊത്തി കുടിക്കുന്നേ. തനിക്ക് നാണം ഉണ്ടോടോ? രാവിലെ ഇഷ്ടമുള്ള കുടിച്ചോട്ടെ. എന്റെ കുപ്പി ഞാൻ പലതും ചെയ്യടാ. വേണേ കുടിച്ചിട്ട് അതിൽ തുപ്പിയിടും. തുപ്പിടാൻ പാടില്ല. ഡോണ്ട് ഡിസ്റെസ്പെക്ട് ഫുഡ്. ഫുള്ള് കുടിച്ചു തീർക്ക്. അത് ഞാൻ കുടിച്ചെടുത്തോളാം. എനിക്ക് ഞാൻ ഇങ്ങനെ വെക്കും. എനിക്ക് അടുത്തായിട്ട് വരുമ്പോ ഞാൻ അതിന്റെ കൂടെ അതൊന്നും പറ്റില്ല. അതൊന്നും പറ്റില്ല. അതെന്താ ഇല്ലാത്ത ക്രിയോ പറ്റില്ലല്ലോ. ക്രിയോയോ? ഏത് ക്രിയോ? അതില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല അത് പറ്റില്ല. അയ്യോ അപ്പൊ പിന്നെ നിങ്ങൾ മറ്റേ തലഞ്ഞിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇവനെ വെച്ചത്. അത് ഞാനാ പുള്ളി കുടിച്ചെടുക്കാൻ പോണോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അപ്പൊ ഇതിനകത്ത് നമ്മൾ പൂരേഷൻ നോക്കാം. കയ്യിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. കയ്യിൽ വെക്കാൻ പറ്റുന്നവരെല്ലാരും കൈ വെക്കിയേ. 3 എണ്ണം. ഇനി ബ്രോ 2 കൈ വെക്കിയാലും കാര്യമില്ല. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിൽ ലൈസ് ആണ്. ലൈസിന്റെ ഇതെത്ര പാക്കറ്റാ? 10ന്റെ അല്ലേ? 10 ഇതെത്ര? 50. അത് 100. പിന്നെ 100 ഓടാന്ന്. ഇത് 50 ആയിരിക്കും. ഇതാണ് 50. അതെ എന്ത് അവിടെ ഇരുന്നും കണ്ടിട്ടില്ല. അവിടെ മറ്റേ സംഭവം ലേലൊക്കെ വറുത്തിട്ടിട്ട് ഈ പണ്ടൊക്കെ ഇതൊക്കെ 10ന്റെ കിട്ടിക്കൊണ്ടിരുന്ന അല്ല 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 നമുക്ക് അങ്ങനെയായിരുന്നു. ലേസ് കണ്ടിട്ടുണ്ടോ? ഇവിടെ ലുലുമാൾക്ക് വന്ന് കാണിച്ചു കൊടുത്തപ്പോ ലുലുമാളിലേക്കല്ല ടൂർ വന്നത്. അപ്പൊ ഇയാള് തൃശ്ശൂരിന്ന് ഐവി വന്നല്ലേ ലുലുമാളിലേക്ക്. ഇനി മുതലാണെങ്കിൽ ഇത് വേണ്ട ഒന്നുമില്ല. പറഞ്ഞോ ബ്രോ കണ്ണടച്ച്. ഇതെന്ത് ഇത് എന്ത് അയ്യോ എന്ത് പറ്റി? പണ്ടത്തെ ബൂസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പം. മീഡിയം എനിക്കാ 200 കഴിച്ചേ. 100 സാധനം നീ കഴിച്ചോ. അങ്ങനെ ഇനി രാവണന്റെ വരവാ. ബ്രോ എന്റെ വെള്ളത്തിലാകാനും തൊട്ട് എന്റെ കൈ വെള്ളക്കാട്ടില്ല. ഞാൻ രാവണൻ ഒരു തിന്നാത്ത സാധനമൊക്കെ ഇതൊക്കെ കിട്ടിയ എങ്ങനെ തിന്നുവാടേ? അത്ര കഴിച്ചാൽ നിന്നെ വായും മുറിയും. പിന്നെ ഉള്ള സാധനങ്ങൾ കഴിക്കാനും പറ്റത്തില്ല. സത്യം ഇതിലൊക്കെ അജിനോമോട്ടോളെ. അജിനോമോട്ടോയാണോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കാത്ത എന്താ പറയാ, ലൈസിന്റെ സെയിൽസ് ഇടിയും ചുമ്മാ.
ഉപ്പടാ അത് ക്ലാസ്സിക് സാറാ. അതേതാ ക്ലാസിക് അല്ലാത്ത ഇത് സാധനം മസാലയാ. ആണോ കഷ്ടത്തിനാ. ആൾക്ക് ഭയങ്കര സിനിമ. ആ പക്ഷെ കുഴപ്പമില്ലട്ടോ. ഗുഡ് ഗുഡ് ഗുഡ്. തേങ്ങ ചെറിയ എരിവുണ്ടെന്ന് തോന്നുന്നു. എരിവ് പത്തിലേക്ക് അടിപൊളിയാ. അതാ അതിനകത്ത് എത്ര പ്രോട്ടീൻ ഉണ്ടാവും? 6.7%. 6.7% പ്രോട്ടീൻ ഉണ്ട്. ഇതിനകത്ത് അപ്പൊ എത്ര ഫാറ്റ് ഉണ്ടാവും? 35 ഫാറ്റ്. 33. ഓ ഇതിനകത്ത് 35 ഫാറ്റും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ബ്രോ ഒന്നര ടൺ ട്രാൻസ്ഫാറ്റ് എന്തുവാ? ട്രാൻസ്ഫാറ്റ് ബ്രോയ്ക്കുള്ള ട്രാൻസ്ഫാറ്റ്. ട്രാൻസ് ഫാറ്റ്. ബ്രോ എന്തിനാക്കാൻ മുന്നിലെ കളിയാക്കണേ? ബ്രോ ട്രാൻസ്ഫർ എന്തിനാ കളിയാക്കണേ? ബ്രോ ഡബിൾ മീനിങ് അല്ലേ ഉദ്ദേശിച്ചത്? അതൊന്നും ചെയ്യാൻ പാടില്ല. ട്രാൻസ് നിങ്ങൾ എന്തിനാ ചിരിക്കണത്? ഇത് വയറ് കൊടവയറ് ട്രാൻസ്ഫോർഡ് ഫാറ്റ്. അത് കമ്മ്യൂണിറ്റി ആണോ? ഓണ്ടി പോണേ ഇതൊക്കെ ഭയങ്കര. ഇതും വേണം ഇപ്പൊ. ഓണത്തിന് അയാളൊക്കെ പിടിച്ചോണ്ട് പോകും പുലി കളിക്ക്. ഓണം ആകുമ്പോഴാണ് സീസൺ വരുന്നത്. കാറ്റുണ്ടാക്കും അയാൾ എന്നിട്ട്. ഓണം ക്രിസ്മസ് ഓണത്തിന് പുലി കളി മാവേലി 12 മണി കഴിഞ്ഞിട്ട് അത് വേറെ. ഗൈസ് ട്രാൻസ്ഫോർമേഷൻ എന്തായാലും വെയിറ്റ് ചെയ്തു. ട്രാൻസ്ഫോർമേഷൻ അല്ലേ എന്ത് സുന്നത്തിക ഞാൻ ഇപ്പോഴാണ് തടി കൊടുത്തത്. 5 മാസം മുമ്പുള്ള എന്റെ ഫോട്ടോ ഇപ്പൊ സ്ക്രീനിൽ ഞാൻ ഇല്ല കാണിക്കത്തില്ല. അതെങ്ങനെ കാണിച്ച ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഉണ്ട്. സ്ട്രൈക്ക് ഗൈസ് ഇതാണ് ഒരു 5 മാസം. എനിക്കിതൊക്കെ 5 മാസം മതി. നോക്കി 5 മാസം കഴിയുമ്പോ ഇന്ന് ഡേറ്റ് എത്രയാ? 30 ഇന്ന് 1-ാം തീയതി 1/5/2025. ബ്രോ പറഞ്ഞ ഡേറ്റ് എത്രയാണ്? 5 മാസം എന്നല്ലേ? 1/10/2025 വരുമ്പോ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കും. പോയി കാണിക്കും. എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കിട്ടും. അത് വേണ്ട. ട്രാൻസ്ഫോർമേഷൻ കാണില്ലേ? അവർക്ക് ട്രാൻസ്ഫോർമേഷൻ കാണും. തുണിപ്പൊക്കലടാ പോടാ. നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് ഞാൻ ഫോട്ടോ എടുത്ത് റൈറ്റ് തരാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നതിന് നമ്മൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ടീഷർട്ട് ബ്രാൻഡ് ഹൈവെക്സ് ക്ലോത്തിങ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി hivexclothing.com എന്ന്. അത് നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യുക. നല്ല ടീഷർട്ട്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ എന്തായാലും നമുക്കിപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് അപ്പൊ എന്തായാലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടന്നപ്പോ നമുക്കിവിടെ ഒരു ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി താൻ എടുക്കണോ താൻ തിന്നെ. സോ ഗൈസ് അപ്പൊ ഈ റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ആണ്. അപ്പോ നമ്മുടെ വലിയ സാധനം അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ലോബ്സ്റ്റർ ആണെന്ന്. ഇല്ല ലോബ്സ്റ്റർ എന്തൊരു കള്ളനാണ് നോക്കണേ. എന്ത് അപ്പൊ നമുക്ക് മീഡിയം കിട്ടുന്ന ആൾക്ക് അപ്പൊ സ്മാള് മീഡിയം മറ്റേ ഇത് കിട്ടിയാൽ ഞാനുണ്ട് ഓൾറെഡി ആ സ്മാൾ എടുത്ത് കൊടുക്ക്. അല്ലെങ്കിൽ അത് എന്തിനു പിന്നെ ഇപ്പൊ ഞങ്ങളെ കവളിപ്പിക്കപ്പെട്ടല്ല ഞങ്ങള്. മീഡിയം സ്മോളാ. ഈ നീളത്തിലുള്ള ലോബ്സ്റ്റർ വെജ് മയോണീസ് ചിക്കൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ക്രൂ എന്താ കൊണ്ടുവരുന്നതെന്ന് കാണാൻ. ഇനി ഈ കളി ബിഗ് ആയിരിക്കും ഏറ്റവും പൊട്ട സാധനം. എന്താന്ന് അറിയത്തില്ല. മയോണീസിനെ എടുത്തോട്ടെ. മയോണീസിന് തരും. തനിക്ക്
ഇയാൾക്ക് വരാൻ വേണ്ടിട്ടല്ലേ സത്യം പറയാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇതിനകത്തൊരു ബിഗ് സാധനം കിട്ടുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗൈസ് നിങ്ങൾ എക്സൈറ്റഡ് അല്ല? എന്റെ ഫാൻസ് ഇപ്പൊ അവിടെ കിടന്ന് തുള്ളി ചാടുന്നുണ്ടായിരിക്കും. ഒരു പീസോളൂ, പതുക്കെ ആസ്വദിച്ച് കഴിച്ചാൽ മതി കേട്ടോ. മയോണൈസ് പറയണ്ടല്ലേ, ഇത് തരും മുക്കാൻ. ഞാൻ വിചാരിച്ചേ അങ്ങേർക്കായിരിക്കും ബിഗ് കിട്ടുന്നത്. എന്തൊരു ഉടായിപ്പാണോ സാധനം. സത്യമായിട്ട് മനസ്സാവാസ കർമ്മ എനിക്കറിയില്ല. അറിയില്ലായിരുന്നല്ലേ ഇടിക്ക് ഞാൻ ബൂട്ട് ക്യാമ്പ് കണ്ടത് ഏറ്റവും വലിയ മൂത്ത കളി. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. മൊത്തം മടക്കി വെച്ചാക്കുന്നത് ഒരു ഞാനാ ഇനി എന്റെ അബോധം മനസ്സ് ചെയ്തു എനിക്കറിയില്ല. അബോധം ഞാൻ പറയാതാ. ഇനി ഞാൻ മനസ്സുമായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതെ മര്യാദക്കുള്ള കളികളെ ഞാൻ കളിക്കണേ. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഇത് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് മൊത്തം മടക്കി വെച്ചേക്കുന്നത്. ഇട്ട് ചെന്നുണ്ടല്ലോ നല്ല സ്വഭാവന്മാരെ അറിയാലോ. നിരസൂരും അത്രേ ഉള്ളൂ. ചൂടായിട്ടേ വേറൊന്നുമില്ല. സ്വഭാവമാരുടെ സവാളോടെ നീ എന്റെ ചിക്കൻ എടുത്തിടാ 50 ഗ്രാം. ഞാനത് സ്രാവം തരിക്കൊണ്ട് പോയിരിക്കുന്നത്. എന്റെ ക്യൂട്ടസ് പോയി. എനിക്ക് വെള്ളമുണ്ട്. ഒരു പീസ് വെക്കുന്നത് അത് മൊത്തം വെള്ളം എനിക്ക്. 3 പീസ് കഴിക്കാൻ എന്നൊന്നും ഞാൻ പറയത്തില്ല. 2 പീസിനാണ് ഞാൻ ഓക്കെ. ഒരു പീസ് ചിക്കൻ തന്നാ മൊത്തം വാങ്ങി. എനിക്കൊരു വാഴ കുടിക്കണം. എന്നിട്ട് ഒരു വായ കുടിച്ചപ്പോ ഇതിന്റെ എന്താ വേണ്ട എനിക്കുണ്ട്. എനിക്ക് വേണ്ടടാ. വേണ്ടെങ്കിൽ വേണ്ടടോ. തിന്നണ്ടോ തിന്നണ്ടെന്നാ എന്നാ എന്ത് എടുത്തോ വെള്ളം തരില്ല. എനിക്ക് വേണ്ട. ചിക്കൻ്റെ ലെഗ് കേട്ടാ ബ്രാ ഇങ്ങോട്ടോ. ഐ വിൽ ഗിവ്. എന്റെ പട്ടി നീ തരും. അയ്യോ ചമ്മീലോ ബ്രോ. എന്താ ഇത്? മയോണൈസ് കൊടുത്തോളൂ. ഇല്ല അതും തരത്തില്ല. എന്റെ മൈനസ് എനിക്ക് എന്താണ് മൈനസാ? ഞാൻ ചിക്കൻ പീസ്. അയ്യോ അയ്യോ അതെന്താ കാണിച്ചേ? അശ്ലീലം. അല്ല മോതിരം ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞ മോതിരം ഉണ്ടോ നോക്കി. എന്തോരോ മടുത്താ? ഒരു കുഴപ്പമില്ല, നല്ല സുഖ. മൈനസ് തീർന്നല്ലേ? ഇച്ചി മൈനസ് തരട്ടെ. ഈ അവിടെ തരില്ല. അയ്യോ അപ്പൊ തന്നെ മുക്കുന്ന അറിയാലോ. ചെയ്യല്ലേ പേടിയാ. എന്താണ് ഭയങ്കര വിശപ്പ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തിന്നുന്ന എന്നെ കണ്ണ് വെക്കല്ലേ പ്ലീസ്. ഞാൻ വളർന്നോട്ടെ കുറച്ച് കഴിച്ച്. എനിക്ക് നാളെ നോക്കല്ലേ. കഴിഞ്ഞോ? എന്നാ വായില് വരലിട്ടിടി. ക്രൂ പെപ്സി ഉണ്ടാ ഇറങ്ങണില്ലോട്ടാ. പെപ്സി ഇത് തീരാൻ നേരത്ത് വൈൻഡപ്പ് ചെയ്തോ. ഈ സാധനം വായിലേക്ക് ഇടും. ഗൈസ് കൊമ്പൻ കള്ളക്കളി കളിച്ചു. അവൻ്റെ 2 പീസ് ചിക്കൻ എടുത്തു. ഫൗള് 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 എടുത്ത് ക്യാമറയിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട്. ക്യാമറയിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട്. മടക്കി വെച്ചിട്ടുള്ള ഫൗളോ? അത് ഞാൻ അല്ല കുഴപ്പമില്ല തിരിച്ചെന്ന്. അയ്യോ പാല് മേടിച്ചതാക്കി. തിരിച്ചെന്ന് പാല് മേടിച്ചിട്ട് ആദ്യം ഓടിച്ചോണ്ട് പോയേ. എന്നിട്ട് കുറച്ച് പെണ്ണ് കയ്യിലേക്ക് കൊണ്ട് വെച്ചില്ല തിരിച്ച്. അങ്ങ് വെള്ളം വായിക്കണ്ടായിരുന്നു കൂടുതൽ. തരില്ല എനിക്ക് ഞാൻ പുള്ളി തീർക്കാൻ പോവാം.
അയ്യോ ഇനി എന്റെ ഈ മാത്രമല്ലോ വെള്ളം ഇറങ്ങാച്ച അവിടെ പട്ടിന്നല്ല നിങ്ങളുടെ കിസ് മനസ്സിൽ. ചെയ്യണം അതിനെ. ഔ, ഔ. അവനെ കഴിക്കുന്നു ഞാൻ. ഇത് എത്ര നേരം ഇതൊന്ന് കഴിച്ച് ഇത് ആകെ 4-5 പീസല്ലേ വെയിറ്റ് കിട്ടുള്ളൂ. ചെയ്യ്, ഞാൻ അങ്ങനെയൊന്ന് കൊഴുപ്പിക്കട്ടെ. ബ്രോയ്ക്ക് ദാഹിക്കുന്നുണ്ടോ? ദാഹിക്കുന്നുണ്ടോ? ദേ, പച്ചവെള്ളം ഷട്ടൂരി തുറക്കടാ അവിടെ. ഷട്ടൂരി തുറക്കടാ. ഞാൻ കിടക്കണ സ്ഥലം അത്. ഷട്ടൂരി തുറക്കടാ. ഷട്ടൂരി തുടച്ചിരിക്കണം. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ വാട്ടർ ബോട്ടിൽ ഞാൻ പലതും കാണിക്കും. അതെ ഇത് ലാസ്റ്റ് ആരെ വെള്ളം കുടിച്ചേ അടപ്പടക്കാതെ ഞാനല്ല. ആണോ? ഞാൻ വെള്ളം കുടിക്കാറില്ല. ക്യാമറയിലുണ്ട് ലാസ്റ്റ് ബ്രോ ആണ് വെള്ളം കുടിച്ചത്. നമ്മളെ ഈ പെപ്സിരിക്കാൻ പിന്നെ നമ്മളെന്തിനാ സ്ലൈസാ. അപ്പൊ ബ്രോയെ നിക്കർ ഒരു തുടക്കണം കേട്ടല്ലേ? 1 ലിറ്റർ 1/2 ലിറ്റർ വേണമെന്നുണ്ട്. നിക്കർ ഒരു തുടക്കണം. നിക്കർ ഷട്ടൂരി തുടക്കി ഞാൻ. ഇയാൾ നിക്കർ മൂക്കും എന്തിരിക്കണം. മൂക്ക് പലതിരിക്കും. എന്റെ മൂക്കിലല്ലേ ഇരിക്കുന്നത്. തരത്തില്ല. വെള്ളം കൊച്ചു പിള്ളേരെ പോലെ അടിയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. തുടങ്ങി തുടയ്ക്കാം. അടപ്പ് ഉടക്കാതെ വെച്ചേക്കുന്നത്. ഞാൻ നന്നായിട്ട് അടച്ചിട്ട് വെച്ചത്. ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇതിനകത്ത് പിടിക്കുമ്പോ തന്നെ ഇങ്ങനെ ഊരി പോനെ. അതെനിക്കറിയില്ല. ഇത് കുറെ നാളായില്ല. അതുകൊണ്ടോ ആരാണോ ചലഞ്ച് കയറ്റിയ നമുക്ക് ഇമ്മിനീര് തന്നേക്കാൻ അതുപ്പല വിഴുങ്ങ. ഞാൻ വേണ്ടേ മറ്റേ മൊയ്തീനൊക്കെ മറ്റേ മരുഭൂര് എങ്ങനെ ജീവിച്ചെന്നുള്ള ഇത് പഠിക്കും. എങ്ങനെ ചോദിച്ചേ? ആ സോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.